ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മുട്ടക്കറിയാണ്. ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ്. അതായത് യോഗട്ട് ചേർത്തുള്ള മുട്ടക്കറിയാണ്. അത് നമുക്ക് ഇടിയപ്പം, പുട്ട്, ചപ്പാത്തി, പത്തിരി എല്ലാത്തിൻ്റെയും കൂടി ചേരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് 2 മുട്ടയാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് സബോള, പിന്നെ കുറച്ച് ജിഞ്ചർ, ഗാർലിക് ആൻഡ് പച്ചമുളക്, കറിവേപ്പില, കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, സാധാരണ പോലെ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആൻഡ് ജീരകം, പിന്നെ തക്കാളിയാണ് ഉപയോഗിച്ചത്. തക്കാളിക്ക് പകരം ഞാനിവിടെ നേരത്തെ പ്രിസർവ് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിരുന്ന തക്കാളിയാണ്. ഇന്ന് തക്കാളിക്ക് ഇല്ല, തക്കാളിയുണ്ട്, ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ നേരത്തെ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് പ്രിസർവ് ചെയ്യാന്നുള്ളത്. ആദ്യമായിട്ട് നമ്മൾ ഈ കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മുട്ട നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം. അതായത് വെറുതെ ഒന്ന് എണ്ണയും മഞ്ഞൾപ്പൊടി ഇട്ട് അതിലൊന്ന് ഇളക്കി യോജിപ്പിച്ചാൽ അതിൻ്റെ പുറമൊക്കെ നല്ല മുരിഞ്ഞ് വരും. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചെടുക്കുന്ന ഐറ്റംസ് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഇളക്കി നല്ലപോലെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർക്കാം. അതായത് നമ്മൾ 2 പൊടിയെല്ലാം എടുത്ത് വെച്ചിട്ടുള്ളൂ, അത് രണ്ടും കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ചിക്കൻ മസാലയും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തക്കാളിയും ചേർത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഇളക്കി നല്ലപോലെ ഒന്ന് വേവാൻ അനുവദിക്കുക. സബോളയൊക്കെ നല്ലപോലെ ഉടയണം കേട്ടോ, അതുവരെ വേവിക്കണം. പിന്നെ ഉപ്പുപൊടി ഇട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് മുട്ട വേവിച്ച് ശരിയാക്കി വെച്ചിട്ടുള്ള മുട്ട, ഫ്രൈ ചെയ്ത് വെച്ച മുട്ട, പൊട്ടാത്ത മുട്ടയാണെങ്കിൽ നമുക്കൊന്ന് പൊട്ടിച്ചിടണം കേട്ടോ. എന്നാൽ ഉള്ളിലൊക്കെ നല്ല മസാല പിടിക്കത്തുള്ളൂ. ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. വറ്റി വന്നു അപ്പോൾ നമുക്ക് അതിലേക്ക് യോഗട്ട് ചേർക്കാം. യോഗട്ട് എന്ന് പറഞ്ഞാൽ പുളിയില്ലാത്ത തൈര്, അതൊരു 2 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് വരുത്തുന്നത് ഈ കറിക്ക് കേട്ടോ, അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ അനുവദിക്കാം, ഒരുപാടൊന്നും തിളയ്ക്കാൻ പാടില്ല. തൈരിട്ട് അധികം തിളച്ചാൽ പിന്നെ ടേസ്റ്റ് പോകും. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്കത് മല്ലിയിലിട്ട് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് ഇട്ട് മല്ലിയിലിട്ട് അലങ്കരിക്കാം. ഞാൻ ഇന്ന് റാഗിപ്പുട്ടാണ് ഉണ്ടാക്കിയത്. റാഗിപ്പുട്ടിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. പത്തിരി, ഇടിയപ്പം, ചപ്പാത്തി ആൻഡ് പൊറോട്ട, ഇഡ്ഡലി, ഇതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. കാണാനും ചന്താണ്, കഴിക്കാനും രുചിയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഇനി വരുന്നതാണ്. അതുവരേക്ക് ബായ്.